എറണാകുളം, ഇടുക്കി, കോട്ടയം ജില്ലകളുടെ മലയോര മേഖലയുടെ വിദ്യാഭ്യാസ, വാണിജ്യ, ടൂറിസം വികസനത്തിനും ശബരിമല തീർത്ഥാടകർക്കും ഏറെ ഉപകാരപ്പെടുന്ന ശബരി റെയിൽപാതയുടെ കാര്യത്തിൽ ബജറ്റിൽ പരാമർശം പോലുമില്ലാത്തതിനാൽ പ്രതിഷേധം ശക്തമാകുന്നു. UDF സർക്കാരിന്റെ പ്രഥമ ബജറ്റിൽ ശബരിപാതയ്ക്കായി ഫണ്ട് വകയിരുത്തുകയോ പദ്ധതിയെക്കുറിച്ച് ഒരു പരാമർശം പോലും നടത്തുകയോ ചെയ്തിട്ടില്ല. എറണാകുളം, ഇടുക്കി, കോട്ടയം ജില്ലകളുടെ മലയോര മേഖലയുടെ വിദ്യാഭ്യാസ, വാണിജ്യ, ടൂറിസം വികസനത്തിനും ശബരിമല തീർത്ഥാടകർക്കും ഏറെ ഉപകാരപ്പെടുന്ന ശബരി റെയിൽപാതയുടെ കാര്യത്തിൽ ബജറ്റിൽ പരാമർശം പോലുമില്ലാത്തതിൽ പ്രതിഷേധം ശക്തമാകുകയാണ്. UDF സർക്കാരിന്റെ പ്രഥമ ബജറ്റിൽ ശബരിപാതയ്ക്കായി ഫണ്ട് വകയിരുത്തുകയോ പദ്ധതിയെക്കുറിച്ച് ഒരു പരാമർശം പോലും നടത്തുകയോ ചെയ്യാത്തത് മലയോര മേഖലയോടുള്ള അവഗണനയാണെന്ന് ശബരിപാത ആക്ഷൻ കൗൺസിൽ ഫെഡറേഷൻ കുറ്റപ്പെടുത്തി. കഴിഞ്ഞ സർക്കാർ പദ്ധതി ചെലവിന്റെ പകുതി തുക വഹിക്കുന്നതിന് സന്നദ്ധത അറിയിക്കുകയും സംസ്ഥാന ബജറ്റിൽ കിഫ്ബി പദ്ധതിയിൽ ഉൾപ്പെടുത്തി 1900 കോടി രൂപ അനുവദിക്കുകയും ചെയ്തിരുന്നു. കൂടാതെ കേന്ദ്ര റെയിൽവേ ബോർഡുമായി ഇത് സംബന്ധിച്ച് ഭൂമി ഏറ്റെടുക്കലിനായി ധാരണാപത്രത്തിൽ ഒപ്പിടുകയും ചെയ്തിട്ടുള്ളതാണ്. ഇതിന്റെ അടിസ്ഥാനത്തിൽ സ്ഥലം ഏറ്റെടുക്കുന്നതിനായി പെരുമ്പാവൂർ, മൂവാറ്റുപുഴ, പാല എന്നിവിടങ്ങളിൽ പുതിയ LA ഓഫീസുകൾ ആരംഭിക്കുന്നതിനുള്ള നടപടികൾക്ക് തുടക്കം കുറിച്ചിരുന്നു. കേന്ദ്ര റെയിൽവേ ബോർഡും ഇതിന്റെ തുടർ പ്രവർത്തനങ്ങളുമായി മുന്നോട്ടു പോകുമ്പോൾ സംസ്ഥാന ബജറ്റിൽ നിർദ്ദേശങ്ങളോ ഫണ്ട് വകയിരുത്തലോ ഇല്ലാത്തതാണ് പ്രതിഷേധത്തിന് കാരണം. പുതുക്കിയ ബജറ്റിൽ ശബരി റെയിൽവേക്ക് ഫണ്ട് അനുവദിക്കുകയോ പദ്ധതിയെക്കുറിച്ച് പരാമർശിക്കുകയോ ചെയ്യാത്തത് മൂലം പതിറ്റാണ്ടുകളായി ഭൂമി വിട്ടുകൊടുക്കാൻ തയ്യാറായി നിൽക്കുന്ന പദ്ധതി പ്രദേശത്തെ ഭൂ ഉടമകളിൽ വലിയ നിരാശയും പ്രതിഷേധവുമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. സർക്കാരിന്റെ ഈ പുതിയ നയം ശബരിപാത പദ്ധതിയെ അട്ടിമറിക്കുമെന്ന ആശങ്ക സൃഷ്ടിച്ചിട്ടുണ്ടെന്നും ഇതിനെതിരെ വരും ദിവസങ്ങളിൽ ശക്തമായ പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിക്കുമെന്നും ശബരിപാത ആക്ഷൻ കൗൺസിൽ ഫെഡറേഷൻ ജനറൽ കൺവീനറും മുൻ MLAയുമായ ബാബു പോൾ, സെക്രട്ടറി ജിജോ പനിച്ചനാനി എന്നിവർ വ്യക്തമാക്കി. ബജറ്റ് ചർച്ചകൾക്ക് മറുപടി പറയുമ്പോഴെങ്കിലും ശബരിപാത പദ്ധതിക്ക് നടപ്പ് സാമ്പത്തിക വർഷത്തിലേക്ക് കുറഞ്ഞത് 200 കോടി രൂപയെങ്കിലും വകയിരുത്തി അനുവദിക്കാൻ മുഖ്യമന്ത്രി തയ്യാറാകണമെന്നും ആക്ഷൻ കൗൺസിൽ ഫെഡറേഷൻ ആവശ്യപ്പെട്ടു. ഒരു കുടുംബത്തിനാവശ്യമായ എല്ലാ വസ്ത്രങ്ങളും ഹോൾസെയിൽ വിലയിൽ ഇപ്പോൾ സ്വന്തമാക്കാം. ഇന്ന് തന്നെ സന്ദർശിക്കൂ A1 ടെക്സ്റ്റൈൽസ്, നെഹ്റു പാർക്ക്, മൂവാറ്റുപുഴ.